ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ താൻ അകപ്പെട്ടു പോയ ചില തെറ്റായ ശീലങ്ങളെ വിശ്വാസത്തോടെ മറികടന്ന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിച്ച് ആത്മാർത്ഥതയോടെ പ്രയത്നിച്ച് വിജയം കണ്ടെത്തി ആ വിജയത്തിൽ സന്തോഷിച്ച് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബെൻസൺ ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. Today we have here with us the young, energetic, vibrant, enthusiastic Benson. A well-known marathon runner who have represented Kerala both in nationally and internationally. The podium finisher of Spice Coast Marathon, Munnar Marathon and so on. And the participant of Maldives Marathon and Kuala Lumpur Marathon. So here we have Benson with us here. Hello Benson. Welcome. Hello Benson. എന്താണ് പുതിയ വിശേഷങ്ങൾ? ആക്ച്വലി ഇപ്പോൾ അടുത്ത മാരത്തോണിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പൈസ് കോസ്റ്റ് മാരത്തോൺ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഓഗസ്റ്റ് 25-ാം തീയതി NMDC ഹൈദരാബാദ് മാരത്തോൺ ഉണ്ട്. ഹൈദരാബാദ് മാരത്തോൺ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മാരത്തോൺ ആണ്. ഞാനിപ്പോൾ ഇതിനു മുൻപ് ഹൈദരാബാദ് മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ ഹൈദരാബാദ് മാരത്തോൺ ഓടിയതാണ്. 2019-ലാണ് ഞാൻ ആദ്യമായിട്ട് ഓടിയത്. അന്ന് അധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 2022-ൽ ഞാൻ ട്രൈ ചെയ്തു. അന്ന് എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ടൈം വന്നു. 3 hours 10 minutes ഞാൻ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ആ വർഷം തന്നെ സ്പൈസ് കോസ്റ്റ് മാരത്തോൺ എനിക്ക് 3 മണിക്കൂർ 4 മിനിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഹൈദരാബാദ് മാരത്തോൺ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ടഫസ്റ്റ് മാരത്തോണാണ്. കാരണം എലിവേഷൻ ആയിട്ടുള്ളൊരു മാരത്തോണാണത്. കാരണം നമുക്ക് ഇന്ത്യയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് എന്ന് പറയാം. പക്ഷേ കേരളത്തിൽ നിന്നൊക്കെയുള്ള പാർട്ടിസിപ്പൻസ് ഞങ്ങൾക്ക് റണ്ണിങ് ഗ്രൂപ്പ് ഉണ്ട്. സോൾസ് ഓഫ് കൊച്ചി എന്നാണ് റണ്ണിങ് ഗ്രൂപ്പിന്റെ പേര്. അത്യാവശ്യം അതിലൊരു 3000-4000 പേരുണ്ട് ഓൾ ഓവർ കേരളയിൽ നമുക്ക് ആ ഒരു പാർട്ടിസിപ്പൻസ്. അപ്പോൾ അതിൽ നമുക്ക് കഴിഞ്ഞ 2019 ഞങ്ങൾ പോയത് ഒരു 40 പേരുണ്ടായി ഓൾമോസ്റ്റ്. പിന്നെ 22-ൽ അധികം പേരുണ്ടായിരുന്നു, കുറവായിരുന്നു, 10-12 പേരുണ്ടായിരുന്നു. പിന്നെ 23-ൽ ഞാൻ ഓടിയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 20-25 പേരുണ്ടായി. ഈ വർഷം ഞങ്ങൾക്ക് ഒരു 40 പേരെങ്കിലും കുറയാണ്ടുണ്ട് ആൾക്കാർ. അപ്പം അതിൽ തന്നെ ഒരുപാട് പേര് 42 കിലോമീറ്റർ ഓടുന്നുണ്ട്. പിന്നെ അതുപോലെ 20 കിലോമീറ്റർ, 10 കിലോമീറ്റർ അങ്ങനെ. കാരണം ആ ഒരു റണ്ണ് ഓർഗനൈസ് ചെയ്യുന്നത് ഹൈദരാബാദ് റണ്ണേഴ്സാണ്. അപ്പോൾ അവരുടെ ആ ഒരു കോർഡിനേഷനും ആ ഒരു സപ്പോർട്ടും ഭയങ്കരധികം അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഡോപ്പമൈൻ എന്ന് പറയും. സോ അതിലെന്ന് പറഞ്ഞാൽ ഈ ക്ലാപ്പ്, ചിരി, സ്മൈല്, പ്രോത്സാഹനം, അതിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ എനർജി. കാരണം ഒരാൾ ചിരിക്കുന്നതും കൈയടിക്കുന്നതും നമുക്ക് ഭയങ്കരധികം എനർജറ്റിക്, അതൊരു ഉത്തേജനം തന്നെ പറയാം. ഒരു ഡോപ്പമൈൻ ഡോസ് ആണല്ലേ. അതാണ് നമുക്ക് ആ ഒരു വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ത് ഇപ്പൊ നമ്മളൊരു വെള്ളം കുടിക്കുന്നതോ ഇലക്ട്രോലൈറ്റ് കുടിക്കുന്നോ അതിനേക്കാളും വേറൊരു എക്സ്ട്രാ ലെവൽ പവറാണ് നമുക്ക് അത് കിട്ടുന്നത്. കാരണം അതെനിക്ക് ഫീൽ ചെയ്ത് അവിടെയാണ്. കാരണം ഒരാൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ബോസ്റ്റൺ മാരത്തോൺ ഓടുക എന്നുള്ളതാണ്. കാരണം ബോസ്റ്റൺ മാരത്തോൺ എന്ന് പറഞ്ഞാൽ സെയിം കോഴ്സ് ആണ്. കാരണം റോളിംഗ് ഹിൽസ് ആണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് എലിവേഷൻ ഉണ്ടാവുക. അപ്പൊ ആ ഒരു റണ്ണ് നമുക്ക് ഇപ്പൊ എന്റെ ഒരു ഏജ് കാറ്റഗറിയിൽ എനിക്ക് അത് ഓടുന്നുണ്ടെങ്കിൽ എനിക്ക് അണ്ടർ 3 hours ഓടിയാൽ മാത്രമേ എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ആഗ്രഹമാണ് എന്റെ ഒരു ലക്ഷ്യം, അതാണ്. കാരണം അണ്ടർ 3 hours മാരത്തോൺ ചെയ്യുക സബ് 3-ൽ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിനിപ്പോ കറന്റ് ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞാല് വീക്കിലി മൈലേജ്. സോ എന്ന് പറഞ്ഞാൽ മൺഡേ ടു സൺഡേ എൻ്റെ ആ ഒരു റണ്ണിങ് പാറ്റേൺ കിലോമീറ്റർ മാക്സിമം ഇൻക്രീസ് ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചാല് ട്രെയിനിങ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഫോളോ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, ബോഡിക്ക് റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 9 hours ആണ് എൻ്റെ ഒരു ഷെഡ്യൂൾ വരുന്നത്. ആ 9 hours ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ രാവിലെ എണീറ്റ് ഒരു 6 മണി 6:30 മണിയാകുമ്പോൾ എണീറ്റ് രാവിലെ ഓടാൻ പോകും. എവിടെയാണ് കറന്റ് ഇപ്പൊ ബാംഗ്ലൂരാണ്. ഇപ്പൊ ബാംഗ്ലൂരിൽ A6 എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് സ്പോർട്സിന്റെ ജാപ്പനീസ് ബ്രാൻഡാണ്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് ഡിക്കാത്തോളായിരുന്നു. ഡിക്കാത്തോളം ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊച്ചിയിൽ വൈറ്റിലെ ഡിക്കാത്തോളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ A6-ലേക്ക് മാറി. ഇപ്പോൾ A6-ൽ ഇപ്പോൾ കറന്റ് ഇപ്പോൾ 2 വർഷം തൊട്ട് ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. പിന്നെ
എന്നുവെച്ചാൽ ഡിഫറെന്റ് ഫീൽ ആണ്. കാരണം ഡിക്കാത്ലോൺ എന്നുള്ള ഒരു കാറ്റഗറിയും അതുപോലെ തന്നെ ഈ A6 എന്ന് പറഞ്ഞതും രണ്ടും രണ്ടാണ്. കാരണം ഡിക്കാത്ലോൺ ഒരു അക്കാദമി എന്നുള്ള രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു റീറ്റെയിൽ ഇമ്പ്രൂവ്മെന്റ് അതാണ് മെയിൻലി. കാരണം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിക്കാത്ലോൺ. പിന്നെ അതുപോലെ തന്നെ ഒരു റണ്ണർ ആസ് അത്ലറ്റിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് മീൻസ് ആൾക്കൊരു കുറഞ്ഞ രീതിയിൽ സ്പോർട്സ് ഗിയേഴ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു മേഖല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ഡിക്കാത്ലോൺ. കാരണം ഡിക്കാത്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു 800 മുതൽ ഒരു 800 റുപ്പീസ് മുതൽ ഷൂസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആസ് എ ബിഗിനർ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഡിക്കാത്ലോൺ. ഡിക്കാത്ലോൺ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ A6ഉം എത്രത്തോളം? കാരണം ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഡിക്കാത്ലോൺ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കയറിയ നാൾ മുതൽ എൻ്റെ മാനേജേഴ്സ് ആണെങ്കിലും എൻ്റെ സ്റ്റോർ മാനേജർ ആണെങ്കിലും അവര് ഒരുപാട് ഷൂസ് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ എനിക്ക് ഈവന്റുകളിൽ പോകാൻ വേണ്ടിയുള്ള സപ്പോർട്ട്, കാരണം വളരെ ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഡിക്കാത്ലോണിട്ട്. പിന്നെ അതുപോലെ A6 വന്നിട്ട് ഞാൻ A6 മെയിൻലി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ലീവ്സ് ആണ്. കാരണം എനിക്കിപ്പോൾ മലേഷ്യയിൽ പോകാൻ വേണ്ടിയുള്ള ലീവ് കമ്പനി തന്നു പ്രൊവൈഡ് ചെയ്തു. പിന്നെ ആക്ച്വലി ഞങ്ങളുടെ ഡയറക്ട് സ്റ്റോർ അല്ല, A6 ഫ്രാഞ്ചൈസിയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയുടെ പേര് ആംബിൾ ടെക്നോളജീസ് എന്നാണ്. അപ്പോൾ ഈ ആംബിൾ ടെക്നോളജീസിന്റെ കെയർ ഓഫിൽ വരുന്ന ബ്രാൻഡ്സ് ആണ് അണ്ടർ ആർമർ, ബോസ്, A6, പിന്നെ ഇമാജിൻ സ്റ്റോർ, ഐക്യർ. ഇതെല്ലാം നമ്മളുടെ അണ്ടറിലുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എനിക്ക് ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ TCS വേൾഡ് 10K ബാംഗ്ലൂരിൽ ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു എക്സ്പോയിൽ 3 ദിവസം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ ക്ലസ്റ്റർ മാനേജർ എനിക്ക് ഒരു ഷൂസ് പ്രൊവൈഡ് ചെയ്തു. 24,000 ഷൂസ് ആയിരുന്നു. വളരെ ഹാപ്പിയാണ്, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസാണ് അത്. അപ്പോൾ പുള്ളി അതെനിക്ക് പുതിയത് പ്രൊവൈഡ് ചെയ്ത് വളരെയധികം സന്തോഷമാണ്. നമ്മൾ പ്രിപ്പറേഷനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എത്രത്തോളായി പ്രിപ്പറേഷൻ? ഡെയിലി ചെയ്യാറുണ്ടോ? ഡെയിലി എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുണ്ടോ? ഞാൻ ചെയ്യുന്നത് സമയം കിട്ടുന്ന പോലെ. കാരണം ഇപ്പൊ രാവിലെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ രാവിലെ ഓടും, അല്ലെങ്കിൽ ഈവനിങ് സമയം. എന്തെങ്കിലും മടി പിടിച്ച് ഇരിക്കാനായിട്ട്? ഈ മടി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് റണ്ണിങ് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. കാരണം പ്രൊക്കാസിനേഷൻ അതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കൂടുതലും വരുന്നത് ലേസിനെസ് ആണ്. അതൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, ഇപ്പോഴത്തെ യുവതലമുറ എപ്പോഴും രാവിലെ എഴുന്നേക്കാനുള്ള മടി, അതുപോലെ ഇങ്ങനെ സ്പോർട്സ് ആയിട്ട് ഇറങ്ങി തിരിക്കാനുള്ള ഒരു മടി, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാന്ന് വെച്ചാല് മടി എന്നുള്ള സംഭവം അത് ലൈഫ് ലോങ് ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ചാൽ എത്രമാത്രം അതിജീവിക്കാൻ പറ്റും അത്രമാത്രം നമുക്ക് ഈ സക്സസ് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് അത് അവര് യൂസ് ചെയ്ത് പോകണം, എന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാന്നുണ്ടെങ്കിൽ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് രാവിലെ എണീറ്റ് ആ ഒരു സംഭവം ചെയ്യും. കാരണം ഇപ്പൊ നമുക്ക് ഞാൻ കേൾക്കാറുണ്ട് ചില സമയങ്ങളിൽ ചില ആൾക്കാർ പറയുന്നേക്കാം, നാളെ മുതൽ ഞാൻ ഓടാൻ വരട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് സപ്പോസ് എനിക്ക് എൻ്റെ ഓടാൻ വരാം. നാളെ ഞാൻ ആളെ വിളിക്കുമ്പോ ചിലപ്പോ ഞാനിന്നില്ല, നാളെ വരാം, നാളെ നീള അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ ആ ഒരു ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ, കാരണം ഇതിന് വേണ്ടത് മെയിൻ ആയിട്ട് കൺസിസ്റ്റൻസി ആണ്. കാരണം കൺസിസ്റ്റൻസി കീ, വേറെ അതിലൊന്നുമില്ല. കാരണം എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അവർക്ക് സ്പോർട്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആരെങ്കിലും ഉണ്ടോ ഫാമിലിയില് സ്പോർട്സ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഈ ഒരു മാരത്തൺ റണ്ണിംഗ് ഒക്കെ ആയിട്ട്? എന്താ വെച്ചാല് പപ്പ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി TV കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വളരെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറെ ക്യാരക്ടേഴ്സ് ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആണെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ചെറുപ്പകാലത്ത് പുള്ളിയുടെ യുവത്വത്തിൽ പുള്ളി ഒളിമ്പിക്സ് ഒരുപാട് കാണുന്നവർ. പുള്ളി ജോലിക്ക് പോലും പോകാണ്ട് പുള്ളി ഒളിമ്പിക്സിൽ നിന്ന് കണ്ടത്. അത്രയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പുള്ളി എനിക്ക് ഷെയർ ചെയ്തത്. ഞാനത് എന്റെ ലൈഫിൽ അത് എടുത്തിട്ട് ഞാനത് പ്രാവർത്തികമാക്കി. ഞാൻ കാണുന്നതിനേക്കാളും ഞാൻ അത് പ്രാവർത്തികം എന്റെ ലൈഫിലേക്ക് ഒരു ഭാഗമാക്കി ഞാൻ തുടങ്ങി. ഓക്കെ, മേ ബി ചിലപ്പോ അപ്പന്റെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോ അവർക്ക് അതിനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ബെൻസിന് വന്നപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ബെൻസിന് കിട്ടി തുടങ്ങിയല്ലേ? കാരണം ഞാൻ എന്റെ ഈ ലൈഫിൽ ഞാൻ എന്റെ പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് പുറത്തു പോയി ഓടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പപ്പ എന്നോട് പറഞ്ഞു, പക്ഷെ പപ്പയുടെ ചിന്തപ്പാടതായിരിക്കാം, മോനെ നമ്മളെ കൊണ്ട് തൊക്കിലൊക്കെ ഒതുങ്ങുന്നു നമ്മ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ എല്ലാരും പോകുന്നില്ലേ, അവർക്കൊക്കെ പൈസ ഉണ്ട്, അപ്പൊ നമുക്കൊരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഞാനിപ്പോ മലേഷ്യ പോയതും ഓടിയതും മാൽദീവ്സ് പോയതും അതെല്ലാം
എന്റെ സ്വന്തമായിട്ട് ഞാൻ പ്രയത്നിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്നുമാണ് ഞാൻ അവിടെ പോയത്. യുവാക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും ബെൻസൺ തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഫാഷന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം. കാരണം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് മാരത്തൺ ഓടുമ്പോൾ ബെൻസൺ എന്താണ്, എന്നോട് ചോദിക്കണം എന്ത് ലാഭമാണ് ലാഭമാണ് കിട്ടുന്നത്, വിൻ ചെയ്യാറുണ്ടോ, പോഡിയം വരാറുണ്ടോ, ക്യാഷ് പ്രൈസ് കിട്ടാറുണ്ടോ എന്നൊക്കെ എല്ലാരും പറയും. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്ന വെച്ചാല് എനിക്ക് ഇനി പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വിജയിക്കാണ്ടിരിക്കുകയോ ഒന്നുമല്ല, ആ ഒരു ഈവന്റിൽ പങ്കെടുക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ്, ആ ഒരു ആൾക്കാരായിട്ടുള്ള ഒരു മിംഗ്ലിംഗ്, അത് വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഇങ്ങനെ മാരത്തണിന് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലും ഡിഫറെന്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ ആ ഒരു പലരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യാറുണ്ടോ? കൂടുതലും പിന്നെ അത് തീർച്ചയായിട്ടും. കാരണം എനിക്ക് കൂടുതലും കോണ്ടാക്ട്സുകൾ അബ്രോഡ് ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ട്. കാരണം റണ്ണേഴ്സ് ആണെങ്കിലും റണ്ണേഴ്സ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ ജാപ്പനീസ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നിരുന്നു. അവരെ മീറ്റ് ചെയ്തു. അതിലുള്ള ഒരു സാറ് ഓടുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എടുത്തു, പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു അപ് ടു ഡേറ്റ് പുള്ളിനായിട്ട് ഞാനിവിടെ ഒരു ഇതുണ്ട്. പിന്നെന്ന് വെച്ചാല് എനിക്കെന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഇപ്പൊ ഒരു ലൈഫ് പാർട്ടായി. ഓക്കെ.